വോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ പറയണമെന്നില്ല. ഈ വീട്ടിലുള്ള എല്ലാ വോട്ടും ജോലിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അപ്പൊ ഇനി ഞങ്ങൾ വിചാരിച്ചൊന്നും പറയണമെന്നില്ല. അതെന്താ കാര്യത്തിൽ അങ്ങനെ പറയുന്നത്? നമ്മുടെ സിദ്ധം കൊണ്ട് തന്നാൽ മാത്രം മതി. നമസ്തേ. ഞങ്ങൾ ഇറങ്ങാം. എനിക്ക് ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും യാതൊരു താല്പര്യവും. ഇതെല്ലാം വേറെ കളിപ്പല്ലേ വിട്ട്. എന്താ നീ നോക്കിക്കൊണ്ടിരിക്കല്ല, നീ അങ്ങോട്ട് വരിക. അങ്ങനെയൊന്നും പറഞ്ഞു വലിയ കഷ്ടമാണ്. ഇത് കുറെ കണ്ടതാണ് ഞാൻ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് വരെ എല്ലാവരും നാട്ടുകാര്യങ്ങൾ പറഞ്ഞു നടക്കും. ജയിച്ചാൽ പിന്നെ വീട്ടുകാര്യമാണ്. ഈ വില കുറഞ്ഞ കാര്യങ്ങൾക്കായി എനിക്ക് സമയം ചെലവാക്കാനില്ല. ഞാൻ വോട്ട് ചെയ്യാനേ വരില്ല. അങ്ങോട്ട് പോയി അതൊക്കെ വെയിലത്തൊന്ന് ഉണക്കടാ, മഴ പെയ്യുന്നുണ്ട്. അല്ല, ആരൊക്കെ വരുന്നത് വരെ വരണം. വോട്ടിന്റെ കാര്യമാണെങ്കിൽ ഇവിടെ പറയണ്ട. എന്റെ വീട്ടിലുള്ള എല്ലാ വോട്ടും താറാമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. മത്തായും മകളും പാപങ്ങളും അറിയാമല്ലോ. അയ്യോ, അങ്ങനെ പറയരുത്. മത്തായുടെ മകൾ എന്റെ മക്ക. എവിടെ? നമ്മുടെ ഫീസുമുണ്ട്. നമുക്ക് മറക്കരുത്. അത് നല്ല എങ്ങനെയുണ്ട്? കാര്യം ശരിയാണ്. രൂപ എന്തോ വോട്ട് തരാം. ഈ വീട്ടിലെ 6 വോട്ടുണ്ട്. 60 രൂപ തരാം. ഏതായാലും രൂപ തന്നിട്ട് വോട്ട് വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. വേണ്ട, പോയിക്കോ. വല്ലവരും നിർബന്ധിച്ചോ? രൂപ ഇങ്ങോട്ട് ആരൊക്കെ വരുമെന്ന് എനിക്കറിയാം. എന്നാ മേടിച്ചോ. നമസ്കാരം. അന്നൊരു ദിവസം എന്റെ കുഞ്ഞ് സുഖമില്ലാതെ കിടന്നപ്പോ എന്റെ കമ്മന് പണയം എടുത്തോണ്ട് 10 രൂപ തരാൻ പറഞ്ഞിട്ട് മറിയമ്മ തന്നില്ലല്ലോ. ഇപ്പൊ വോട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു. നാണമില്ലല്ലോ. മറിയമ്മയ്ക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണ്ട. നമ്മുടെ ജോലി കുഞ്ഞിനാവട്ടെ. എന്നാലും ആ കണ്ണി ചോരയിടാൻ കൊണ്ടുവന്ന മകനല്ലേ. എന്റെ വോട്ട് ഞാൻ തരികയില്ല. ആൾക്ക് നിൽക്കേ വേണ്ട. കാണുന്നവരൊക്കെ മുഴുവൻ കൈകടന്നു. ഇതിനിടയ്ക്ക് എന്തോ കാണും, എന്തോ കേൾക്കണം. ചിലപ്പോ ഇതിന്റെ കൂടെ എടുത്ത് കളഞ്ഞ് വല്ലതും പോവാൻ പോകും. അത് പാടില്ല. തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ ഒരു സമരം. അത് ജയിക്കാൻ ഒരു പാടുണ്ട്. ഈ സമരത്തിനിടയിൽ പഴയ കുടിപ്പണയും കുടിക്കൽവാദവുമായിട്ടൊക്കെ വരുന്നതല്ലേ കഷ്ടം. ബഹുജനമല്ലേ, ബഹുജനം. അവിടെ റോസാമ്മയുടെ വീട്ടിലൊന്ന് പോകണ്ടേ? അവിടെ പോകണം. ആ സ്ത്രീക്ക് സോണിയയുമായി ഏതാണ്ടൊക്കെ ബന്ധമുണ്ടെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അവരുടെ വോട്ട് കിട്ടുമെന്നാണോ കരുതുന്നത്? കിട്ടണ്ട. ചോദിക്കേണ്ടവരൊന്നും അവർ വല്ല അയാളും പറയുമായിരിക്കും. ഈ അപ്പോഴായി അമ്മയുടെ നിറം മാറുന്നത്. അത് കാണാം, പറഞ്ഞു കാണാം. റോസമ്മേ, റോസൻ, റോസമ്മ ഇല്ലേ അവിടെ? റോസമ്മേ, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. ഒരു കാര്യം പറഞ്ഞിട്ട് ഉടനെ പോകണം. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി. അത് നിങ്ങളെല്ലാരും കൂടെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവരുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഇനി സഹായിക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. ജോലിക്കുഞ്ഞ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ആരൊക്കെ എടുത്താലും ജോലിക്കുഞ്ഞ് ജയിക്കും. ഞങ്ങളുടെ ഒക്കെ വോട്ട് ജോലിക്കുഞ്ഞിനാണ്. നിങ്ങൾക്ക് എന്താ ഒരു സംശയം പോലെ? ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ 2 പേരുടെയും വോട്ട് ജോലിക്കുഞ്ഞിനാണ്. എന്തിനു പറയുന്നു? താറാമ പോലും ജോലിക്കുഞ്ഞിനെ വോട്ട് ചെയ്യും. അയ്യോ, ഞാൻ നേരാണ് പറയുന്നത്. ഈ പടിഞ്ഞാറല്ലേ താറാമ താമസിക്കുന്നത്. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, വിളിക്കണം. അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അവളുടെ സങ്കടം എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവൾക്ക് പരിചയമുള്ളവരോടെല്ലാം ജോണിക്കുഞ്ഞിന് വോട്ട് ചെയ്യണമെന്നാണ് അവൾ പറയാറുള്ളത്. ശരിയാണ്. ജോണിക്കുഞ്ഞിനെ എതിർക്കാൻ മനുഷ്യത്വമുള്ളവർക്ക് സാധ്യമല്ല. ഏതായാലും നമുക്കെല്ലാം കൂടി ജോണിക്കുഞ്ഞിനെ ജയിപ്പിച്ചു തന്നെ മതിയാവും. ഇരിക്കട്ടെ പറയാനുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വേണ്ട, ഇവിടെ തന്നെ താമസിച്ചോ. സമയമില്ല. വളരെയേറെ ജോലികളുണ്ട്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയല്ലോ. നിന്നോട് ആര് പറയാം? എടാ പോണെന്നൊക്കെ പറയാൻ ഞാൻ തന്നെ വേലക്കാരനൊന്നുമല്ല. മര്യാദയായിട്ട് സംസാരിക്കണം. അയ്യോ, അവർ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയാൻ വന്നതാ. നിന്നോട് ആര് ചോദിച്ചു? ഇനി പ്രദേശത്തെ കാര്യം കാല് കുത്തിപ്പോയാൽ ആടിച്ച് അത്തി കൊടുക്കണം. എന്നാ ഇപ്പൊ തന്നെ ആയിക്കളെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ചുമ്മാ അത് പോകണോ? താനിക്ക് വരൂ. ഞമ്മടെ പോയി ഞാൻ പറയാമല്ല. എടോ, താൻ എന്ത് കണ്ടിട്ടാണ് ഇവന്റെയൊക്കെ പറയാനും നടക്കുന്നത്? ഇവരൊക്കെ ജയിക്കുമെന്നാണോ ബന്ധപ്പിക്കാൻ? മുതലാളി എതിര് നിൽക്കുകയില്ല എന്ന് വിചാരിച്ച് നേരത്തെ പറഞ്ഞു നിർത്തിയതാ.
ഇനിയിപ്പോ കൂട്ടത്തിൽ നടക്കാതെ എനിക്കുമോ നടന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെങ്കിൽ വേണ്ടില്ല. ഒന്നുകിൽ മാനം വേണം, അല്ലെങ്കിൽ പണം വേണം. ഇതൊന്നുമില്ലാതെ മുറിവീടിയും വെച്ച് നടക്കും. എടോ, തന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. തനിക്ക് എന്റെ കൂടെ നിൽക്കാം. ഈയടോ, സന്ദർഭങ്ങളൊന്നും വെറുതെ കളയും. താൻ എന്റെ കൂടെ നിന്നാൽ തന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്തു പറയുന്നു? അതത്ര ശരിയാണോ മുതലാളി? തന്റെ ഒരു എന്നാലും ഈ അന്തോണി ചേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതി. അന്തോണി പോയാൽ പോയിട്ട് ജോണി. അന്തോണിയെ പോലെ 100 പേരെ ഞങ്ങൾ കൊണ്ട് തരാം. എന്താ അതുപോലെ? എന്നാലും അന്തോണി ഞങ്ങളോട് ചതിവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ ഇരുന്ന ഞങ്ങളെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനകത്ത് ചാടിച്ചേക്കുന്നു. അവസാനം അവൻ കാല് മാറി കളഞ്ഞില്ലേ. ചോദിക്കുമ്പോഴൊക്കെ ഞാൻ രൂപ എണ്ണി കൊടുത്തുകൊണ്ടിരുന്ന എണ്ണിക്കൊടതി. എന്നിട്ട് ആ നന്ദി പോലും അയാൾ കാണിച്ചില്ലല്ലോ. തോന്നിയത് അന്തോണിയുടെ പുരയ്ക്ക് ഓടിടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. പിന്നെ മകളെ കെട്ടിക്കാൻ 1000 രൂപ കൊടുത്തതോ? അങ്ങനെയുണ്ടേ. അന്തോണി അങ്ങനെ മിടുക്കനായാൽ കൊള്ളുകൻ. അയാൾ ഞാൻ കാണാനിരിക്കുക. നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. തെരഞ്ഞെടുപ്പിൽ അങ്ങനെയെല്ലാം സംഭവിക്കും. പക്ഷേ നമ്മുടെ ധർമ്മസമരമാണ്. ധർമ്മവും സത്യവും എന്നായാലും ജയിക്കാതിരിക്കും. പക്ഷെ തോന്നിയാലും ഇങ്ങനെ ഓരോരുത്തർ വിലക്കെടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ കുഴയുമല്ലോ സാർ. അങ്ങനെ പറയരുത് ജോണി. എല്ലാവർക്കും അന്തോണിയെ പോലെ നന്ദിക്കാത്തവരൊന്നും അല്ല. അന്തോണി ഇപ്പോഴേ ഒരു പാഠം പഠിപ്പിച്ചാൽ മറ്റുള്ളവർക്കും അതൊരു ഓർമ്മയെ അവന്റെ കയ്യും കാവലിന്റെ തല്ലി അടിച്ചു കളയാം. ഞാൻ പറഞ്ഞത് കുര്യാച്ചന് മനസ്സിലായി. നാം ധർമ്മസമരക്കാരാണ് കുര്യാച്ച. ഈ സാറിന്റെ ഒരു ഒടുക്കത്തെ ധർമ്മസമരം ഇഷ്ടം പോലെ ഞങ്ങൾ വാട്ടർ ചോദിക്കാൻ പോവാം. ബാബുലി ഇതിപ്പോ ഞാൻ മരിച്ചു പൊട്ടിക്കും. അമ്മച്ചി, ഇതുപോലെ ചിലയിടത്തുള്ള നമ്മൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അമ്മച്ചി ഇത് വലിച്ചു പൊട്ടിച്ചാൽ എതിരാളികൾ അത് വലിച്ചു പൊട്ടിക്കും. പക്ഷെ വീടിന്റെ മുമ്പ് ഇത് വലിച്ചു കെട്ടിക്കൊണ്ട് എങ്ങനെ ഇവിടെ താമസിക്കും? താരമല്ലേ പറയുന്നത്? നമ്മള് ധർമ്മസമരക്കാരാണ്. നിങ്ങൾ ധർമ്മസമരം പറഞ്ഞോണ്ട് വിടുന്നു. നേരത്തെ വീട് ഭാഗത്ത് വരെ ആയി. ഇത് ഞാൻ വരൂ അമ്മച്ചി. കെട്ടിവെച്ച പണം
എല്ലാം കൂടി ഇന്ന് തന്നെ അടുപ്പിക്കാൻ തോന്നാ ജോണിയുടെ പ്രസ്താവനയിൽ 50 ആളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രല്ലേ ഉള്ളൂ. 150 പേരെ കൊണ്ട് ഞങ്ങൾ പിടിക്കാം. അപ്പൊ അത് കേട്ടോ എന്താടാ പറയാ അവരെന്നെ അടിച്ചു അടിച്ചോ ആര് ജോണിയുടെ ആൾക്ക് ഞാൻ നമ്മുടെ വാൾക്കൊക്കെ കൊടുക്കാൻ ചെന്നതാണ്. നീ അവരുടെ തല്ലു മേടിച്ചു എനിക്കില്ല നിന്റെ കയ്യിൽ സഹായിക്കായി കുറെ കുത്തിക്കൊണ്ടിട്ട് പോയാ ഇതേതായാലും കുറച്ചിലായിപ്പോയി. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആപത്തൊന്നും ഉണ്ടാക്കരുത്. എന്റെ ആളിനെല്ലാം മാത്രം ഈ നാട്ടിലായി മറന്നിട്ടില്ലേ? ഒരു പ്രചരണത്തിന് വരുന്നില്ല സാർ. നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നിന്നത് കാരണം ഇനി ഞാൻ കേൾക്കാത്ത അനുഭവിക്കാത്ത ഒന്നുമില്ല. തോന്നിയതിന്റെ ആ പ്രസ്താവന കണ്ടത് കാരണമായിരിക്കണം ജോണി ഇങ്ങനെയൊക്കെ പറയുന്നത്. അവനൊരു മനുഷ്യനല്ലേ സാറേ? ഇങ്ങനെ ഒരു പ്രസ്താവന അടിച്ചിറക്കിയാൽ അവൻ പിന്നെ മനുഷ്യരുടെ മുഖത്തെങ്ങനെ നോക്കും? ഇത് തിരഞ്ഞെടുപ്പാണ്. എതിരാളികൾ എല്ലാവിധ അപവാദങ്ങളും നുണകളും പ്രചരിപ്പിക്കും. നാം അതെല്ലാം കേട്ട് കേട്ട് തറപ്പിച്ചു നോക്കിയേ പറ്റൂ സാർ. എന്റെ ജീവിതത്തിൽ ഇതെല്ലാം ആദ്യ അനുഭവങ്ങളാണ്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത്ര ഭയങ്കരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിന്നില്ലയോ മതി, നീ കൂടെ ചെല്ലും. എനിക്ക് പുറത്തിറങ്ങാൻ മടിയുണ്ടവർ. അത് സാരമില്ല ജോണി, നമുക്ക് കുറച്ച് വീടുകളിൽ കൂടി പോകാനാണ്. ഞാൻ മറ്റുള്ളവരെ കൂടി വിളിച്ചു വരാം. അവൻ വരെ സാറേ, സാർ പോയിട്ട് വാ. ശരി. അന്യജാതിയാണെങ്കിലും ആ സാർ എന്തുമാത്രം കഷ്ടപ്പാടാണ് നമുക്ക് വേണ്ടി സഹിക്കുന്നത്. സ്വജാതിയെ ഉണ്ടായിരുന്ന നമുക്ക് കാലമാണ്. എരപ്പാളി